ചില ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾ ആൾക്കാരെ സ്വകാര്യതകളിലേക്ക് ഇറങ്ങി ചെയ്യുന്ന ആൾക്കാരല്ല ഞങ്ങളെ പണിയുന്നതാണ്. ഇതതിൻ്റെ പണി ആവശ്യമില്ല. മൂക്ക് താഴേക്കുള്ള അരിയാര ആഹാരം കഴിക്കുന്ന വാർത്താ മാധ്യമങ്ങളും മീഡിയകളും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇത് ലോകത്ത് എവിടെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്ത ആൾക്കാർ കൈ പൊക്കാൻ പറഞ്ഞാൽ എത്ര ആൾ പൊക്കുന്നാണ് ഞാൻ ചോദിച്ചത്. ആരും പൊക്കൂല എന്നാണ് നിങ്ങളെ വാർത്താമാധ്യമക്കാർ ചിലർ റിപ്പോർട്ട് ചെയ്തത്. ആരും പൊക്കൂല എന്നുള്ളതും എത്രയാൾ പൊക്കും എന്നുള്ളതും വളരെ വ്യത്യസ്തമാണ്. ഭാഷ അറിയാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല. എത്രയാൾ കൈ പൊക്കുന്ന ഞാൻ ചോദിച്ചത്. നിങ്ങളെ കൂട്ടപ്പെട്ട ചിലർ റിപ്പോർട്ട് ചെയ്ത് ആരും കൈ പൊക്കൂലെന്ന്. രണ്ടും ഒന്നല്ലല്ലോ. വാർത്താമാധ്യമക്കാരുടെ അടിസ്ഥാനപരമായ ബാധ്യത, ധാർമ്മിക ബാധ്യത സത്യം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. വസ്തുതകൾ ആളുകൾ അറിയിച്ചു കൊടുക്കാനല്ല, നല്ല വസ്തുതകളെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം, ചീത്ത കാര്യങ്ങൾ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പം ജനങ്ങൾക്കിടയിൽ അധാർമികത നടക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. എങ്കിലേ വരുന്ന തലമുറയെ അവനവൻ്റെ മക്കളെയെങ്കിലും അവനവന് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും കഴിയുള്ളൂ. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും സമസ്ത ഇപ്പോൾ ചർച്ച ചെയ്യണ്ടല്ലോ. സമസ്ത പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഞാൻ വാർത്താ സമ്മേളനത്തിന് ഉണ്ടായിട്ടില്ല. മറ്റേത് തങ്ങളുടെ വ്യക്തിപരമായ നിലപാടായിരിക്കും. അധർമ്മത്തിനെതിരെ ശബ്ദിക്കേണ്ടതും സംസാരിക്കേണ്ടതും സമസ്തയുടെ ബാധ്യതയല്ലെങ്കിൽ പിന്നെ സമസ്തയുടെ ബാധ്യത എന്താ? സമസ്ത 100 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള അതിനു വേണ്ടിയാണ്. സമസ്തയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വ്യക്തിപരമായ പരാമർശം നടത്തിയെന്ന് നിങ്ങളെല്ലാവരും കുപ്രചരണം നടത്തിയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കിയത്. ഞാൻ ചോദിച്ചല്ലോ പേഴ്സൺ എന്നെങ്കിലും അർത്ഥം അധികം ചോദിച്ചു. ഏത് പേഴ്സണെയാണ് ഞാൻ അധിക്ഷേപിച്ചത്? മറുപടി ഉണ്ടായിട്ടില്ലല്ലോ. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഉണ്ടായിട്ടില്ല. ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നത്, അപ്പം ഈ പ്രസ്താവനയുടെ ഉദ്ദേശം എന്തായിരുന്നു? അത് ഞാൻ സമൂഹത്തിൽ സാർവത്രികമായി നടന്നു വരുന്ന ജീർണതകൾക്കെതിരെ സമൂഹത്തെ ഉണർത്തുകയാണ് ചെയ്തത്. ബഹുഭാര്യത്വ ജീർണതയല്ല. ആവശ്യമുള്ള സമയത്ത് സന്ദർഭം നോക്കണം. ഒറ്റവാക്കിന് മറുപടി പറയാൻ കഴിയില്ല. ഇനി ഞാൻ ആരെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് പൊള്ളും, വിഷയമാവും. 20-ാം നൂറ്റാണ്ടിൽ വരെ ശൈശവ വിവാഹം നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊരാളെ വ്യക്തിപരമായി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതെ, അത് കൊണ്ടുവരാൻ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പ്രസംഗിച്ചു എന്നാണ് ചിലർ, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചിലർ കുപ്രചരണം നടത്തിയത്. ബഹുഭാര്യത്വം വീണ്ടും കൊണ്ടുവരണം, അത് പ്രോത്സാഹിപ്പിക്കണം. ശൈശവ വിവാഹം വീണ്ടും കൊണ്ടുവരണം, പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറയാത്തതാണല്ലോ. ഞാൻ പറഞ്ഞ സെന്റൻസുകളിൽ, വാക്കുകളിൽ ആ അർത്ഥമുള്ള ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് പുനരുദ്ധരിക്കാവുന്നതാണ്. നിങ്ങൾ പലയിടത്തും ഉദ്ധരിച്ചു കാര്യങ്ങളൊക്കെ, വീണ്ടും ഉദ്ധരിക്കുക. അറിയില്ല. താല്പര്യകക്ഷി ഞാൻ പറഞ്ഞല്ലോ, കുപ്രചരണം നടത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവരിങ്ങനെ സടകുടഞ്ഞ് ഉണർന്ന് എണീറ്റ് വന്നപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. അതിന്റെ താഴെ എഴുതി ഒട്ടിക്കേണ്ടതുണ്ട്. ശിവലിംഗം പാർവതിയുടെ ഫർജ് എന്ന് പറഞ്ഞ ആളാണ് മുക്കമ്മർ ഫൈസി. കേട്ടിട്ടുണ്ടോ? ഫർജ് പറഞ്ഞാൽ അറിയോ? അസം ശിവലിംഗം പിന്നെ എല്ലാവർക്കും അറിയാം. അത് ബഹുജനങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശിവലിംഗത്തെയും പാർവതിയുടെ ഫർജിനെയും പറ്റി. അതുകൊണ്ട് അദ്ദേഹം അത്തരം പ്രസ്താവനകൾ തുടരും. അത് കാണുന്നത് അത് അദ്ദേഹത്തോട് ചോദിക്കണം, തുടരുകയോ ചെയ്യണം. നിലവിൽ കേരളത്തിലുള്ള മന്ത്രിമാർക്ക് ഉൾപ്പെടെ, ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ വിധത്തിൽ വൈഫ് എന്നുള്ളത് തന്നെയാണോ അങ്ങയുടെ നിരീക്ഷണം? ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങളുടെ വ്യാഖ്യാനം, നിങ്ങളുടെ കുറിപ്പെഴുത്തുമാണ്. അല്ല, അങ്ങ് പ്രസംഗിക്കവേ അങ്ങനെ ഒരു പരാമർശം നടത്തുന്നു. ഞാൻ പറഞ്ഞ സമൂഹത്തിലെ എല്ലാവരും ഉൾപ്പെടുന്ന 2 മിനിറ്റ് മുമ്പ് പറഞ്ഞല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
എല്ലാവരും ഉൾപ്പെടുന്നതിൽ ഈ പറയപ്പെടുന്ന വിഭാഗങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അത് എല്ലാവരും ഉൾപ്പെടുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതിന്മേൽ നിന്ന് നിങ്ങൾ സംസാരിക്കരുത്. കാരണം എനിക്ക് തന്നെ എത്രയോ സദൃഢരായ ആൾക്കാരറിയാം, ജനപ്രതിനിധികളിലും മന്ത്രിമാരിലൊക്കെ. സമൂഹത്തിൽ ആകെ ഉണ്ടെന്ന് ഉസ്താദ് പറയുന്നില്ല, ആരുടെ ഇടയിലുണ്ടെന്നാണ് പറയുന്നത്? ജനങ്ങളുടെ ഇടയിൽ, രണ്ടു കാലം നടക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ, എങ്ങനെ രണ്ടു കാര്യം നടക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിലുണ്ട്. മുഴുവൻ ആളുകളുടെ ഇടയിലുണ്ടെന്നല്ലേ? മുഴുവൻ പറഞ്ഞിട്ടില്ലല്ലോ. ആശയക്കുഴപ്പമുണ്ടാവുന്നുണ്ട്. ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ അതിന്റെ പ്രസംഗം ഉദ്ധരിക്കും, CD വോയിസ് ഇടി. അല്ല, ഇപ്പൊ പറയുന്നതിന് ആശയക്കുഴപ്പമുണ്ട്. അതായത് പൊതുസമൂഹത്തിൽ ആകെ ഉണ്ടെന്ന് ഉസ്താദ് പറയുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വൈറ്റിംഗ് ചാർജ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ ആകെ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. നിങ്ങളെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താ പറയാലോ? മോശമല്ലല്ലോ ചോദിച്ചത്. അതെ, നിങ്ങളതാ ചോദിച്ചത്. എന്റെ ഡിഗ്രി ഡിഗ്രി പറഞ്ഞാൽ മനസ്സിലാവില്ലോ. എത്രയല്ല, 1000 ഡിഗ്രി ഉണ്ട്. ഏത് BA? മലയാളം. മലയാളം ആയതുകൊണ്ട് പ്രത്യേകം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എല്ലാവരും എന്ന് പറയുന്ന അർത്ഥം അറിയില്ല. എന്റെ സംശയം എന്റേതായ മാത്രം സംശയമായിട്ട് കണക്കാക്കാം. ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പൊതുസമൂഹത്തിൽ ആകെ നിലനിൽക്കുന്നതാണോ ഈ ജീർണതകൾ? അതെ, നിങ്ങൾ വൈഫ് ഇൻചാർജിനെ മാത്രം പിടിക്കണ്ട. ജീർണതകളോട് ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. കടലുകൂടിയൊക്കെ അതിൽ പെടും. അപ്പോൾ എല്ലാവരും പറഞ്ഞോളാം ഡിഗ്രി വെച്ചാൽ ചിലപ്പോൾ അറബി ആയിരിക്കും, ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും. അപ്പൊ എല്ലാവരും തൃപ്തി അറിഞ്ഞോളണമെന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ കൊള്ളും. ഞങ്ങൾ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് PMS പറയുന്നു, അതില് അവർക്കും പൊള്ളി, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ആർക്കും പൊള്ളാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങൾ പൊള്ളലേറ്റുകൊണ്ടിരിക്കുന്നവരാണ്. അതെനിക്കാ പറഞ്ഞത്. സ്വാഭാവികമായിട്ട് പറഞ്ഞല്ല. അത് എങ്ങനെ പറഞ്ഞു നിങ്ങൾ വിലയിരുത്തണ്ടേ? ഞാൻ പറഞ്ഞത് നാസർ ഫൈസി ശൈശവ വിവാഹവുമായി അത് മനസ്സിലാക്കപ്പെടാൻ 6-ാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കണതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിലുള്ളത്. 20-ാം നൂറ്റാണ്ടിൽ വരെ നടന്നിരുന്നു. അതിന് ഏതെങ്കിലും ഒരു മാമാക്കാനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു അരവിന്ദാക്ഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന ഒരു നേതാവിനെ പറഞ്ഞു വെക്കണം. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും വിവിധ ഭാഗങ്ങളും അറിയപ്പെടുന്ന നേതാവാണ് EMS. അദ്ദേഹത്തിന് മാനം കെട്ടിച്ചപ്പോൾ 11 വയസ്സായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാണ്, ചരിത്ര വസ്തുത പറഞ്ഞാണ്. ചരിത്രം പറഞ്ഞ് ചിലർക്ക് പൊള്ളും. ഞാൻ അറിഞ്ഞിരുന്നു. ഈ ദുനിയാവ് മുഴുവൻ പ്രതിഷേധിച്ചാലും വസ്തുതകൾ വസ്തുതയായിട്ട് നിൽക്കുള്ളൂ. പ്രവാചകന്റെ വിവാഹ സവിശേഷതയെ പറ്റി ഞാൻ പറഞ്ഞു. 25 വയസ്സായപ്പോൾ 40 വയസ്സുള്ള ഒരു വിധവയാണ് വിവാഹം ചെയ്ത് കുട്ടികളുള്ള. അതൊന്നും ആരും വിലയിരുത്തുന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇപ്പോഴും ഹൈന്ദവ സമൂഹത്തിൽ ചിലരൊക്കെ ഒന്നിലധികം സ്ത്രീകളെ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, മാന്യമായിട്ടാണ്. ഇപ്പോഴും ഇതിപ്പോ CPM മനസ്സിലാവാത്തത് ഊഹിക്കാം. പക്ഷെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും താങ്കൾ പറഞ്ഞതിനെ ആ ഒരു രീതിക്ക് അത് ഉൾക്കൊള്ളാൻ കൂട്ടത്തിലുള്ളവരാണ്. ഒരു സാമ്പിൾ, ഒരു ഉദാഹരണം മർഫൈസി ഇത് പറഞ്ഞ ആളാണ്. ശിവലിംഗവും പാർവതിയുടെ ഫർജും പറഞ്ഞാൽ അറിയോ? യോനിന്ന് അതിനകത്ത് പറയും. അതെ, അത് പറഞ്ഞ ആളാണ്. പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അതോട് കൂടി തന്നെ തള്ളപ്പെടേണ്ടതാണ്. ജിഫിൽ പറഞ്ഞു ഞാൻ കേട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഒറ്റപ്പെടുത്തി പ്രശ്നമായി കാണുന്ന ആളല്ല ഞാൻ. ശ്രമം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ അതുണ്ട്. ഒറ്റപ്പെടുത്താനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂചിപ്പിച്ച ഈ ഉമർ ഫൈസി ഒരു 8-9 മാസം മുമ്പ് സമസ്ത മുഷാവറയിൽ എണീറ്റ് നിൽക്കണം. എന്നെപ്പറ്റി കുറേ അധിക്ഷേപങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പുത്തൻ പ്രസ്ഥാനക്കാരനാണ്, മുജാഹിദ് ജമാഅത്ത്
തുടങ്ങിയുള്ള ആൾക്കാരോട് സന്തത സഹചര്യമായി നടക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു. എന്നെ ഒറ്റപ്പെടുത്താൻ എന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ നിർഭയമായി കാണുന്ന ഒറ്റപ്പെടുത്തൽ അതിൻ്റെ തുടക്കമായിരുന്നു. അപ്പോൾ മുഷാവറയിൽ അത് പറഞ്ഞിട്ട് മുഷാവറ അത് നിശബ്ദം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ളൊരു കുപ്രചരണത്തിനായിരുന്നു ശ്രമം. ഞാൻ പറഞ്ഞു, ഞാൻ പുത്തൻ പ്രസ്ഥാനക്കാരനോ പിന്നെ മുജാഹിദോ ജമാഅത്തോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ ഇതിന് തെളിവ് ഹാജരാക്കണം. ഒന്നുകിൽ അവരുടെ വിശ്വാസധാരകൾ എന്തെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കണം. അതുമല്ലെങ്കിൽ ഖുർആൻ പരിഭാഷ ഉൾപ്പെടെ ഞാൻ ചില ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പിന്നെ സുന്നി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് അഥവാ സുന്നികളുടെ കർമ്മങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് എതിരായി എന്തെങ്കിലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ പ്രസംഗിക്കാറുണ്ട്, ഏതെങ്കിലും പ്രസംഗത്തിൽ അത്തരമൊരു ആദർശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് തെളിയിക്കണം. ഇതൊന്നും തെളിയിക്കാതെ ഞാൻ പുത്തൻപ്രസ്ഥാനക്കാരനാണ്, അവരെ കൂടെ നടക്കുന്നവനാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അതിന് അദ്ദേഹം പിന്നെ പ്രതികരിച്ചത് മുസ്ലിം സംഘടനകളുടെ യോഗങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. മുസ്ലിം സംഘടനകളുടെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗങ്ങൾ നടക്കാറുണ്ട്. 2016 ജൂൺ മുതൽ സമസ്തയുടെ തീരുമാനമുണ്ട്, 5 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ആരെങ്കിലും ആ യോഗങ്ങളിൽ പങ്കെടുക്കണം. സമുദായത്തിന്റെ പൊതുപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണല്ലോ. അതുകൊണ്ട് സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെ, ആലിക്കുട്ടി മുസ്ലിം ഉൾപ്പെടെയുള്ള 5 ആളുകളുടെ ഒരു സമിതിയാണത്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിൽ പരമാവധി ഏറ്റവും കൂടുതൽ പ്രാവശ്യം പങ്കെടുത്ത ആൾ ഞാനാണ്. അതാണ് അദ്ദേഹം ഇതിന് തെളിവ് പറഞ്ഞത്. സമസ്ത തീരുമാനിച്ച ഒരു യോഗത്തിലേക്ക് ഞാൻ പോകുന്നു എന്നത്. അവിടെ മുജാഹിദീങ്ങളും ജമാഅത്തുകാരും എല്ലാവരും ഉണ്ടാവും. MSS പിന്നെ MES പിന്നെ തുടങ്ങിയ എല്ലാ ആൾക്കാരും ഉണ്ടാവും. വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരെ അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒറ്റപ്പെടുത്താനുള്ള ശ്രമം അന്ന് ആരംഭിച്ചതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു നിരപരാധിയായ മനുഷ്യനെ പറ്റി വ്യഭിചാര ആരോപണം നടത്തിയാൽ അയാളുടെ ശിക്ഷ ഖുർആനിലും ഇസ്ലാമിലൊക്കെ അറിയപ്പെട്ടതാണ്. അതാണ് ഞാൻ ചെയ്തതെന്നാണ് പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ തന്നെ പെട്ട ആളുകൾ. പക്ഷെ അത് ഒരു കുറ്റകരമായ പ്രവൃത്തിയാകത്തിലും ഒരു വ്യക്തിയെപ്പറ്റി ഞാൻ അങ്ങനെ പറയുമ്പോഴാണ്, ഒരു വ്യക്തി ഇങ്ങനെ വ്യഭിചരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ അവിഹിത ബന്ധം ഏർപ്പെട്ടിട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ അയാളെ പറ്റി ഒരു പേഴ്സണലായി പറയാം. ഞാൻ ഒരു പേഴ്സൺ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ ചോദിച്ചു പേഴ്സണലിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അതിന് മറുപടി ഒന്നും ഉണ്ടായില്ല. അറിയുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഏത് പേഴ്സണെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. നിങ്ങൾക്കാർക്കും മറുപടിയില്ല. സമൂഹത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്നും പറഞ്ഞു. അതിൽ സംശയങ്ങളൊന്നുമില്ല. സംശയാതീതമാണ് വിഷയം. പിന്നെ സംശയങ്ങൾ സ്വയം സങ്കല്പിച്ച് കഥ രചിച്ച് ഉണ്ടാക്കുകയാണ്. അത് ആർക്കും എന്ത് കഥ എഴുതാം. അത് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ എന്നെ അനുകൂലിച്ച് എത്ര ആളുണ്ടാവും അല്ലെങ്കിൽ പ്രതികൂലിച്ച് ആരെങ്കിലും വല്ലതും ചെയ്യുമോ എന്ന് നോക്കാറില്ല. ഞാൻ സത്യം പറയും. ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ ഞാൻ പറയും. എന്റെ ജന്മ പൈതൃകം തന്നെ അങ്ങനെ. MP അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആ പറഞ്ഞതിൽ അതിൽ കുറച്ചും കൂടി ഒന്ന് സൂക്ഷ്മത പുലർത്തണമായിരുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടോ? ആ ഒരു ഭാഗത്ത് മാത്രം ഇല്ല, അതില്ല. കാരണം അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലത്തെ പത്രമാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വസ്തുതയാണ് ഞാൻ പറഞ്ഞ അവസാനത്തെ ഉദാഹരണം. ഒരു മന്ത്രിയിൽ നിന്ന് ശല്യം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വനിതാ MLA പരാതി. പത്രമണി നോക്കി അന്നേരത്തെ പത്രം നോക്കി ഞാൻ കാണിച്ചു തരാം. അത് വായിച്ചിട്ടുണ്ടോ? മന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ത്യയിൽ 30 സംസ്ഥാനങ്ങളുണ്ട് ഏകദേശം. അവിടെയൊക്കെ ഉണ്ടാവും മന്ത്രിമാര്, MLA-മാർ, MP-മാര്. ഈ ഗണത്തിലൊക്കെ ഇവിടെ നല്ല സദൃത്തരായ ആളുകൾ നമുക്കറിയാം. നിങ്ങളെ കൂട്ടത്തിലാരും മന്ത്രിമാരില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് പൊള്ളേണ്ടത് ഉണ്ടായിരുന്നില്ലോ. അപ്പൊ മന്ത്രിമാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്തോ ലക്ഷീകരിച്ചിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളത് വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ സൈബർ വിങ് എന്ന് അവകാശപ്പെടുന്ന ചില പേജുകളിലൊക്കെ ഇത് വ്യാപകമായി പ്രചരിച്ചു. അതിന്റെ വിശ്വസത നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. അല്ല, അത് നോക്കിയിട്ടല്ല നമ്മൾ വാർത്ത കൊടുത്തിരുന്നത്. കൊടുക്കണം. അങ്ങനെയാണ് ഖുർആനിൽ പറഞ്ഞിട്ട് നിങ്ങൾ മുസ്ലിം ആളാ. ഇതാ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. ഒരു അധർമ്മകാരി
എന്തെങ്കിലും ഒരു വൃത്താന്തവുമായി നിങ്ങളെടുത്ത് വന്നാൽ നിങ്ങൾ സൂക്ഷ്മമായി അനലൈസ് ചെയ്യണം. അതായത് നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഇപ്പൊ സമസ്തയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആര് എന്റെ വാപ്പയോ എന്റെ അനുജനോ പറയുകയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞതാണ് എന്റെ വിശ്വാസത്തിലുള്ള വസ്തുത. അത് ഞാൻ പറയും, അഥവാ അതേ ഞാൻ പറയുള്ളൂ. മതപരമായ ഉത്ബോധനമാണോ ശരിക്കും അതെ. അതിനിങ്ങനെ വിവാദമാക്കുന്നതിൽ വിവാദം ഞാനല്ലല്ലോ ആക്കിയത്. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞു നോക്കുമ്പോൾ ഈ സമസ്തയുടെ വിവിധ ചേരികളിൽ ചേരി തിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇതിൽ പങ്കാളികളായ രീതി സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ ഒന്നാകെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ അതിലുണ്ടാവും ആളുകൾ, അവർക്കത് പൊള്ളും വേഗം. ഞാൻ വിവാദമാക്കാൻ വേണ്ടി പറഞ്ഞില്ല. ഞാൻ അവിടെ തടിച്ചു കൂടിയിരുന്ന വിശ്വാസി സമൂഹത്തെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണത് പറഞ്ഞത്. നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ ഒക്കെ ഈ ജീർണതകൾക്ക് വിധേയരാകും. അതിനുവേണ്ടി നിങ്ങൾ ഉണർന്നിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. താല്പര്യം ഒരാളോട് ചോദിക്കാണ്, ഇപ്പം സമസ്തയിൽ കുറച്ച് പ്രയാസങ്ങളുണ്ടല്ലോ, നേതൃത്വവും ഹിന്ദുത്വങ്ങൾ തമ്മിൽ. അപ്പം അത് ഏറ്റവും കണിശമായ നിലപാടെടുക്കുകയും സമസ്തയുടെ സംഘടനാ സംവിധാനങ്ങളിലൂടെ മൊത്തം നിൽക്കുകയും വർഷങ്ങളായി സമസ്തയുടെ ഭാഗമായി നിൽക്കുകയും ചെയ്ത ആളാണ് അല്ലൻ. അപ്പം ഇങ്ങനെ ഒരു കൃത്യമായ നിലപാട് എല്ലാ വിഷയത്തിലും എടുക്കുന്നതുകൊണ്ട് ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു ഈ ഒരു പ്രയോഗം. നിങ്ങളെ പേരെന്താ? സുഹൈൽ. സുഹൈല്. അത് പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ദീനിന്റെ പ്രബോധന വിഷയത്തിൽ എന്തെങ്കിലും പ്രാതികൂല്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നമുക്കതിന്റെ പ്രതിഫലമുണ്ട്. 1500 കൊല്ലമായിട്ട് ഇസ്ലാമിന്റെ പ്രവാചകൻ ഇങ്ങനെ അടിച്ച് അധിക്ഷേപിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്തിട്ട് മാനുഷിക ബോധമുള്ള ആൾക്ക് അതിൽ വേദനയില്ലല്ലോ. കേവലം മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മാനുഷിക ഹൃദയം ഉണ്ടെങ്കിൽ ഇതിൽ അത് സത്യം പറഞ്ഞ ആളുകളുണ്ട്. സത്യം പറഞ്ഞ ആളുകൾ, ഓറിയന്റലിസ്റ്റുകൾ, ഗ്രന്ഥകാരന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ഒന്നാം റാങ്കുള്ള മനുഷ്യൻ, സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ മനുഷ്യൻ മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈക്കിൾ എച്ച് ഹാർട്ട്, ദി 100, എ റാങ്കിങ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി. അങ്ങനത്തെവരുണ്ട്. പക്ഷെ സത്യം കണ്ട ഉടനെ കണ്ണടക്കും, അല്ലെങ്കിൽ മുറം കൊണ്ട് മൂടാൻ ശ്രമിക്കും. 20-ാം നൂറ്റാണ്ടിൽ ശൈശവ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ 11 വയസ്സായ സ്ത്രീയെ വിവാഹം ചെയ്യാമെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ 2 വയസ്സായ കുട്ടിയെ വിവാഹം ചെയ്യാമല്ലോ. മനസ്സിലാക്കാലോ. എൻ്റെ ഇടയിൽ 14-13 നൂറ്റാണ്ടുണ്ട്. അപ്പോൾ വസ്തുതകൾ ഉൾക്കൊള്ളാൻ കഴിയണം. അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യമേ പറയാം. അത് തിക്തമാണെങ്കിലും കയ്പാണ് സത്യമെങ്കിൽ നിങ്ങൾ അത് പറയണം. പുല്ലിൽ ഹക്ക വലോക്കാന മുറാൻ എന്നാണ് അതിന്റെ പദം. നമുക്ക് ജീർണതയെ കുറിച്ചായിരുന്നു പറഞ്ഞത് എന്നാണ് ഇപ്പോഴും പറയുന്നത്. ആരെ? ജീർണതയെ അതെ. കുറിച്ചായിരുന്നു, സമൂഹത്തിലെ ജീർണതയെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അതിനൊരു ഏകാഭിപ്രായം ആ പണ്ഡിത സഭയിൽ, സമസ്തയുടെ പണ്ഡിത സഭയിൽ കഴിഞ്ഞ ദിവസം നടന്ന മുഷാവറയിൽ ഉണ്ടായില്ല എന്നുള്ളത് അത് ചർച്ച ചെയ്തിട്ടില്ല. അല്ല, എങ്കിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. ഇത്രയധികം അത് സെക്രട്ടറിയോട് ചോദിക്കണം. സെക്രട്ടറി അജണ്ട തയ്യാറാക്കാം. അങ്ങേപ്പോലുള്ള ഒരാളെ ഇങ്ങനെ വഴിയിലിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് വലിയതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ട് അത് ആ പണ്ഡിത സഭയിൽ ചർച്ച ചെയ്യേണ്ടതല്ലായിരുന്നു. എന്നോടുള്ള സഹതാപത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോകം ഒന്നാകെ എനിക്കത് ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യമുള്ള സ്ഥിതിക്ക് ഞാൻ അതേ പറയുള്ളൂ. ഇനി ആര് ചോദിച്ചാലും. പക്ഷെ അങ്ങനെ അത് സത്യമാണ് എന്നുള്ളത് ഇന്നലെ ജിത്തുതങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ തിരിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് സംസ്ഥയുടെ സംസ്കാരത്തിന് അതേ ഒറ്റവാക്ക് പറഞ്ഞുകൊണ്ടായില്ലോ. ഏതിനെ പറ്റിയാണോ പറഞ്ഞത്? സമസ്തയുടെ സംസ്കാരം എന്ന് പറഞ്ഞാല് ബഹുഭാരത്വം സ്വീകരിച്ചിരുന്ന ആളാണ് സമസ്തയുടെ മുൻ സെക്രട്ടറി ചെറുശ്ശേരി ദിനദിവസില്. അറിയാമെന്നറിയില്ല. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ ഒന്നിലധികം ഭാര്യമാരുള്ള ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റിക്കും 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിന്റെ ന്യായീകരണം എന്താണെന്ന് പരിശോധിക്കുന്നതിന് പകരം ഈ 2ാം ഭാര്യ എന്ന് കേൾക്കുമ്പോഴേക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് കാര്യമില്ല. അത്തരം സ്വഭാവമുള്ള ആൾക്കാർക്ക് അതിന്റെ ന്യായീകരണം എന്താണ്? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് അനിവാര്യമാണോ? ഫിസിക്കൽ ഫിറ്റ്നസ്സുള്ള പെണ്ണുങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടാന്ന് 1-2 സഹോദരിമാർ ചോദിച്ചു. അത് പറ്റൂല. അതുകൊണ്ട് ഇസ്ലാം അത് അംഗീകരിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. കാരണം ഒറ്റ പുരുഷനും അംഗീകരിക്കാൻ കഴിയില്ല തന്റെ കൂടെ വേറൊരാളൂടെയും ഉണ്ടാകുക എന്നുള്ളത്. ഉദാഹരണമായിട്ട് നിങ്ങളെ മക്കൾക്ക് വിവാഹാലോചന നടത്തുമ്പോൾ ഒരു വിവാഹിതയായ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാവില്ലല്ലോ. അവർക്ക് എന്താ കുഴപ്പമുള്ളത്? ഒരു ഭർത്താവുള്ളത് മാത്രമേ ഉള്ളൂ കുഴപ്പം. നല്ല എബിലിറ്റി ഉണ്ടാവും, ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, PhD, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. വളരെ വലിയ സമ്പന്നയായിരിക്കും. അപ്പം അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാവില്ല. 1-ലധികം ഭാര്യമാരെ ഭർത്താക്കന്മാരെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവില്ല സാധാരണ പ്രകൃതി അനുസരിച്ച്. അങ്ങനെ ഉണ്ടെങ്കിൽ അവളൊരു വേശ്യയായിരിക്കും. അവരുടെ പേരതാണ്.
അപ്പോൾ അത് ചോദിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഇസ്ലാം പിന്നെ ഒരു പുരുഷനെ ഒന്നിലധികം ഭാര്യമാർ അംഗീകരിച്ചെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഒന്നിലധികം പുരുഷന്മാരെ അംഗീകരിക്കുന്നില്ല? നോൺസെൻസ് ആണത്. വിശദീകരണങ്ങൾ പറയാനുണ്ട്, ഇപ്പം ഇനി പറയുന്നില്ല. ഈ പ്രതിഷേധങ്ങളൊക്കെ എന്ത് പ്രതിഷേധങ്ങൾ ഉണ്ടായാലും പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പോകണല്ലോ, നല്ല ആൾക്കാർക്ക് അറിയുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാവാത്തൊരു മുഷാവറയില് പിന്നെ ഈ പുറത്തേക്ക് വിവരങ്ങളൊക്കെ വരുമ്പോ എങ്ങനെയാന്നുള്ളൊരു ചോദ്യമില്ലേ ഉള്ളിൽ നിന്ന്? നമ്മളൊക്കെ ചോദിക്കലുണ്ട് ഇതേ പുറത്തായിരുന്നു. എങ്ങനെ അത് പുറത്ത് വന്നു അല്ലേ? ഒന്നും രഹസ്യമല്ല അല്ലേ? ശരി, താങ്ക് യു. ഇത് ഈ പറഞ്ഞ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉള്ള ചിലരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയരുത്. രണ്ട് വ്യത്യാസമുണ്ട്, ഗുരുതരമായ വ്യത്യാസമുണ്ട്. ആജ ഗജാന്തരുണ്ട്. ചിലരെന്ന് പറഞ്ഞത് എനിക്കൊരു കൂട്ടം ആൾക്കാരെന്ന് പറഞ്ഞത് എല്ലാവരും പറഞ്ഞ് അജ ഗജാന്തരുണ്ട്. പറഞ്ഞ പോലെ ആയിക്കോട്ടെ, താങ്ക്സ്. സത്യം ഞങ്ങൾ അറിയട്ടെ, അതിന് വഴി തെളിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും കൃതജ്ഞത, നന്ദിയുണ്ട്. ചായക്ക് പറഞ്ഞിട്ട് ഞാൻ മറന്നതാ. ഏതാണോ നിങ്ങളെ പേര്? അരുണെന്നുള്ള പേര് തന്നെ നമുക്ക് കേൾക്കാൻ പേടിയാ. നുണ പറയുന്ന ആൾക്കാരുണ്ട്, ആ പേരുള്ളവരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഒന്നെങ്കിലും ആ വിഷയം ചെയ്യാതിരിക്കുക, ചെയ്യുകയാണെങ്കിൽ സത്യസന്ധമായി ചെയ്യാം. എന്നാ ശരി.